നമ്മിൽ പലരും യുവതലമുറയെക്കുറിച്ച് വലിയ ആശങ്കയിലാണ്. സത്യം പറഞ്ഞാൽ ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. ഇന്ന് ഒരുപാട് നല്ല നല്ല വിദ്യാർത്ഥികൾ പഠിച്ച് വളരുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത്, ആശയങ്ങൾ പങ്കുവെക്കാനുള്ളത് ഇവിടെ ഗവൺമെൻറ് മങ്കട കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി ഫസീഹുമായി നമുക്ക് അവൻ്റെ സംസാരം നമുക്ക് കേൾക്കാം. പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ച് ഇനി വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരണം, അതോടൊപ്പം തന്നെ ഈ പ്രത്യേകിച്ച് യുവതലമുറയുടെ ഉപദേശങ്ങൾ എങ്ങനെ വളരണം, നമ്മുടെ പാരൻസ് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ അധ്യാപകർ എങ്ങനെ നിലകൊള്ളണം, ഗവൺമെൻറ് എങ്ങനെ നിലകൊള്ളണം, ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംസാരിക്കാണ്ട്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ആരോഗ്യ ഫീൽഡിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരണം, അപ്പോൾ ഡെയിലി റുട്ടീന്, അപ്പോൾ ഈ യുവാക്കൾക്കും അതുപോലെ തന്നെ യുവതാരങ്ങൾക്കും അതുപോലെ തന്നെ പ്രിയ വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു മാതൃകയായിട്ടുള്ള നമുക്ക് ഫസീഹ് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഫസീഹ്, അസ്സലാമു അലൈക്കും. എന്താ വിശേഷങ്ങളൊക്കെ? സുഖത്തിനല്ലേ? ഇപ്പോൾ ഏത് കോളേജിൽ പഠിക്കണേ? മങ്കട കോളേജ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. മങ്കട കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി അല്ലേ? പിന്നെ ഏത് വിഷയം? ഞാൻ ഫസ്റ്റ് ഇയർ BA ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് ഇയർ BA ഹിസ്റ്ററി അല്ലേ? പിന്നെ എങ്ങനെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? പഠനം നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നുണ്ട്. എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്താ ഒരു ആഗ്രഹം? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലെക്ചർ ആവണമെന്നാണ്. അതായത് ഞാൻ പഠിക്കുന്ന കോളേജ് ഇതേപോലെ ഡിഗ്രി പഠിപ്പിക്കുന്ന ഒരു മാഷാവണമെന്നാണ്. ഒരു മാഷാവണം, ഒരു അധ്യാപകനാണ് അല്ലേ? ഒരു ലെക്ചർ വലിയ കോളേജിലൊക്കെ പഠിക്കണം അല്ലേ? അതെ അതെ. എങ്ങനെ +2 SLC +2 ഒക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അല്ലേ? അതെ, SLC ഫുൾ A+ ഉണ്ടായിരുന്നു. മാഷാ അല്ലാ. +2 കുഴപ്പമില്ലാതെ 5A+ ഉണ്ടായിരുന്നു. 5A+ അല്ലേ ഉണ്ടായിരുന്നു. പിന്നെ ഏതാണെങ്കിലും പഠനമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വെച്ചാല് പഠനം മാത്രമല്ല, പഠനത്തോടൊപ്പം കായികപരമായും ഉണ്ട്. ബാഡ്മിന്റൺ കളിക്കാൻ നോക്കുന്നുണ്ട്, ജില്ലയിലും മറ്റും പോയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇപ്പൊ നമ്മള് ഇനി ഫുട്ബോളിലും ക്രിക്കറ്റിലും അതുപോലെ തന്നെ എല്ലാത്തിലും ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോ? അതിന്റെ കാരണം എന്താ? ഇത് എന്നോട് എന്റെ മാഷ് പറഞ്ഞതായിരുന്നു, ഒരു അധ്യാപകൻ പറഞ്ഞതായിരുന്നു. എന്താ വെച്ചാല് നമ്മള് മിക്സ്ഡ് രൂപത്തിൽ ഒരു ഇതിൽ പോയത്. അതായത് ഇപ്പൊ നമ്മള് സാമ്പാർ അതിൽ പല സാധനങ്ങൾ ഇട്ടുകൊണ്ട് അതിന്റെ പ്രത്യേക ടേസ്റ്റ് അറിയാൻ കഴിയില്ല. ഒന്നിന്റെ ടേസ്റ്റ് അറിയാൻ വ്യത്യസ്ത ടേസ്റ്റുകൾ ലഭിക്കും. അറബിയിലുണ്ട് തൊലബുൽ കുല്ല് ഫൗതുൽ കുല്ല്. എല്ലാം നഷ്ടപ്പെടും അല്ലേ? അതെ, തക്കാളി കറി ആണെങ്കിൽ മറ്റു കറികളാണെങ്കിലും അതിന്റെ ടേസ്റ്റ് മാത്രം ലഭിക്കും. അതുപോലെ തന്നെ നമ്മള് ചെറുപ്പത്തിൽ തന്നെ ഒരു LP UP മുതൽ തന്നെ നമ്മൾ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മറ്റേത് കുട്ടികളൊക്കെ 10 കഴിഞ്ഞാൽ +2 എടുക്കും. കാരണം എല്ലാ ഫീൽഡിലേക്കും തിരിയാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് +2 സയൻസ് എടുത്ത് കുറേ പേര് എൻ്റെ കൂടെ BA ഹിസ്റ്ററിയിൽ വന്നിരിക്കുന്നുണ്ട്. +1ലും +2ലും BA ഹിസ്റ്ററി പഠിച്ചോല് അത് വളരെ ബേസിക് കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് സുഖമായിക്കാരം. മറ്റവർക്ക് വളരെ പ്രയാസം കണ്ടിട്ടുണ്ടാവും. തുടക്കം മുതൽ കൃത്യമായ ലക്ഷ്യബോധമാണ് അർത്ഥം. ഒന്നിലെ ഫോക്കസ് ചെയ്താൽ മെച്ചപ്പെടാം. ഓക്കെ. പിന്നെ ഈ യുവതലമുറയോട് എന്തൊക്കെ വിഷയം എന്താ പറയാനുള്ളത്? അതായത് നീ യുവതലമുറയാണ്, ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇപ്പൊ നീ കാണുന്ന യുവതലമുറയിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നത്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൊക്കെ എന്തൊക്കെ പറയാനുള്ളത്? യുവതലമുറ എല്ലാവരും കരുതിച്ചിരുന്ന യുവതലമുറ വളരെ മോശപ്പെട്ടതാണെന്നും അങ്ങനെ പൊതുവെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ മൊത്തത്തിൽ അങ്ങനെയല്ല. യുവതലമുറക്ക് വ്യക്തമായ കാഴ്ചപ്പാടും അവരുടേതായ ചിന്തകളും സ്വാധീനങ്ങളും ഉണ്ട്. അത് ബാക്കിയുള്ളവർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാര്യം. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഫുട്ബോളിൽ നിന്നും നമ്മളെ മലപ്പുറം ജില്ലയൊക്കെ ഫുഡ് സ്പോട്ടിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. അതിന് ജങ്ക് ഫുഡിൻ്റെ ഇത്, പിന്നെ ഫുഡിൻ്റെ സമയക്രമം, അത് രാത്രി ഭക്ഷണങ്ങൾ, പൊതുവെയുള്ള ഉറക്കത്തിൻ്റെ എഫക്റ്റ്, സ്ലീപ്പിൻ്റെ എഫക്റ്റ്, രാത്രി വൈകി ഉറങ്ങുക, വൈകി ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡയബറ്റിസ് പോലത്തെ വലിയ മാരക അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് സ്പോട്ടിനെ വർദ്ധിപ്പിക്കുന്നതും ഫുഡിൻ്റെ അതേപോലെ തന്നെ മെഡിക്കൽ രംഗവും ഹോസ്പിറ്റാലിറ്റിയും കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അതെ, പണ്ട് നമ്മൾ ഫുട്ബോൾ മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ, കേരളം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഫുട്ബോളിന് ലഹരിയാണല്ലോ. അപ്പൊ അതിൽ നിന്നും ഇപ്പൊ ഒരുപാട് രാത്രിയിലെ ഫുഡ് സ്പോട്ടുകൾ കൂടി വരികയാണ്. അതുപോലെ തന്നെ അതിലേക്ക് മൊബൈലിലേക്ക് ഒരു പരിധി അഡിക്റ്റ് ആവുന്നുണ്ട്. മൊബൈൽ അഡിക്ഷൻ അതിന് വളരെ ഒരു കാര്യമാണ്. കാരണം കുട്ടികളൊക്കെ ലേറ്റ് ഉറങ്ങുന്നതിൻ്റെ വേറൊരു കാരണം മൊബൈൽ അഡിക്ഷനാണ്. പിന്നെ സോഷ്യലായിട്ട് കുട്ടികളെ ഇന്ററാക്ട് ചെയ്യുന്നില്ല എന്നും വളരെ ഇതാണ്. സോഷ്യൽ മീഡിയയിലുണ്ട്, സോഷ്യൽ ഇല്ല. സാമൂഹിക ഇടപെടലുകൾ വളരെ കമ്മിയുണ്ട് അല്ലേ? അതെ. പിന്നെ കുട്ടികളൊക്കെ മെയിനായിട്ട് നമ്മൾ പണ്ട് യാത്രകൾ ചെയ്തതിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ കൾച്ചർ,
പിന്നെ അവിടുത്തെ ആളുകൾ സംവദിക്കുക, സംസാരിക്കുക. ഇപ്പോൾ പൊതുവെ യാത്ര ചെയ്യുമ്പോഴും എന്താ വെച്ചാൽ മൊബൈൽമേലാണ് കുട്ടികൾ, മൊബൈൽമേലല്ലേ? അതെ. അപ്പൊ അതുപോലെ ഇപ്പൊ പല കുട്ടികളെ പല പ്രയാസങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകള്, ഇപ്പൊ സ്കൂളുകൾ മർദ്ദനങ്ങള്. അപ്പൊ അധികം ഇപ്പോ സ്കൂളുകൾക്ക് അധ്യാപകർക്ക് അതൊന്ന് വീഡിയോ എടുത്ത് വിടാനുള്ള അവകാശമില്ലാതെ വേറെ കാര്യം. അപ്പൊ അപൂർവമായിട്ടാണ് ചില വീഡിയോസ് ഒക്കെ പുറത്തു വരുന്നുണ്ട്, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രണയത്തിലകപ്പെട്ട് ഇപ്പോൾ ഈ അടുത്ത വരെ ഒരു വിദ്യാർത്ഥിനിയെ കൊന്നത് വരെയുണ്ട്, വിദ്യാർത്ഥിയെ കൊന്നത് വരെയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂളിലൊക്കെ നടക്കുന്നുണ്ടോ? അതെ, അത് പൊതുവേ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നു. കുറേ നമ്മൾ എത്തിപ്പെടാനുള്ള നമ്മൾ കണ്ടതും കേട്ടതും മാത്രമേ സമൂഹത്തിന് അറിയുള്ളൂ. പൊതുവെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതിനൊക്കെ എന്താ വെച്ചാൽ പൊതുവായ കൃത്യമായ ഗൈഡൻസ് കൊടുക്കണം. നമ്മൾ വിദ്യാർത്ഥികളും PTA-കാരും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഗൈഡൻസ് കൊടുക്കണം. നമ്മൾ ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ലൈഫ് സ്കില്ല് കിട്ടാനുള്ള ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ലഹരിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ എല്ലാ സ്കൂളും നിർബന്ധമായും ഓരോ മാസത്തിലും നടത്തി വരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നല്ല അല്ലേ? ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് എല്ലാത്തിലും നമ്മൾ ഇടപെടണം അല്ലേ? രാവിലത്തെ എണീക്കലും അതുപോലെ തന്നെ എക്സസൈസുകള്, റൂട്ടീനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ? അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു കാര്യം, കുട്ടികൾ തന്നെ പല ആളുകളും ഇന്ന് സമൂഹത്തില് ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രഗ്സിന്, അതായത് മദ്യം, മയക്കുമരുന്ന്, പ്രത്യേകിച്ച് കഞ്ചാവ്, പിന്നെ പുതിയ MDMA, പുതിയ കാര്യങ്ങളൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുള്ളത്? അതെന്താന്ന് വെച്ചാൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൽ എനിക്ക് പറയാനുള്ള താല്പര്യം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ചെറുപ്പത്തിലെ സ്പോർട്സിൻ്റെ കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഡയറ്റ്, സ്ലീപ്പ് കാര്യങ്ങളൊക്കെ പ്രോപ്പറാവും. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഒരു ലഹരി അടിക്കുക, അതുമായി ബന്ധപ്പെട്ട് നടക്കുക ഉള്ള പൊതുവെ ധാരണ മാറി കിട്ടും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പ്, സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. നമ്മൾ രസത്തിൽ ഏടാന്ന് തൊട്ടോക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പൊതുവെ ഇതിലേക്ക് എത്തിക്കുന്നത്. പിന്നെ രണ്ടാമത് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും നിൽക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാനായിട്ട് കുട്ടികൾ പൊതുവെ വേറെ ചങ്ങലയിൽ കുടുങ്ങുകയാണ്. പിന്നെ മൂന്നാമതായിട്ട് സാമ്പത്തികം. സമൂഹത്തിൽ കുറച്ച് എന്തെങ്കിലും 10, 50, 100 റുപ്യൊക്കെ ഇങ്ങനെ ഈ വലക്കണ്ണി ഉണ്ടാവുമല്ലോ, ഓരോ കണ്ണികൾ ലഹരിന്റെ കൊടുക്കും, ഓരോ സ്വാധീനിക്കും. ഇന്നത് തരാം, ഇന്നോടത്ത് കൊണ്ടുപോവുക, യാത്രകൾ ചെയ്യിപ്പിക്കുക, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ ഇതിന്റെ കണ്ണുകളാവുകയും പിന്നെ ഇവർക്ക് ഇതൊരു അഡിക്ഷൻ ആവുകയും ഇത് മൂലമാണ് പല കൊള്ള, മയക്കുമരുന്ന് കടത്ത്, വെട്ടല്, പിന്നെ അതുപോലെ തന്നെ മർദ്ദിക്കല്, സ്വർണം കടത്ത്, ഇതൊക്കെ ഇതിൻ്റെ ചെയിനായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇതിൻ്റെ ബോധവൽക്കരണ കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ തന്നെ കൊടുത്തു വരികയും ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ സമൂഹത്തിൽ ജീവിക്കുന്നവരാണല്ലോ, നമ്മൾ പറയുംകാട്ടും നല്ലത് എന്താ വെച്ചാൽ മാതാപിതാക്കൾ മുൻകൈ എടുത്ത് അവരുടെ മക്കളെ ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ അതേക്കാരം ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുകയെന്ന് എനിക്ക് തോന്നുന്നില്ല. അധ്യാപകരും അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഇന്ന് സ്കൂളുകളിൽ അതായത് കൃത്യമായ ഒരു ബോധം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും PTA-ക്കും പോലീസിനും ഗവൺമെന്റിന് ആവശ്യമാണ്. കൃത്യമായ മോണിറ്ററിങ് ആവശ്യമാണ്. കാരണം ഇന്ന് പല കുട്ടികളും അപകടത്തിൽ പെടുന്നുണ്ട്, മർദ്ദനങ്ങളുണ്ട്, പ്രണയത്തിൽ അകപ്പെടുന്നുണ്ട്, പല പല പ്രയാസങ്ങളും പല അധ്യാപകരും പുറത്ത് പറയാതിരിക്കുന്നുണ്ട് അല്ലേ? കാരണം പുറത്ത് പറഞ്ഞാല് എന്തെങ്കിലും അവിടെ വീഡിയോ എടുത്ത് പുറത്തുവിട്ടാല് അവരുടെ ജോലി പോകും, അവർ ജയിലിലാകും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ദിശാബോധം അവിടെ ആവശ്യമാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളെപ്പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ അതിൻ്റെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. അവർക്കൊരു ഭീഷണി ആവുന്നുണ്ടോ? ഇപ്പോൾ നല്ല പോലെ പഠിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിക്ക്, നല്ല പോലെ വളരുന്ന പറഞ്ഞ കുട്ടിക്ക് ഇത്തരം ക്യാമ്പസുകൾ ഒരു പ്രയാസമാവുന്നുണ്ടോ? അത് ക്യാമ്പസുകൾ പ്രയാസമുണ്ട്. ഞാനൊക്കെ വളർന്നത് എന്താ വെച്ചാൽ നമ്മൾ LP, UP ഒക്കെ എത്തുമ്പോൾ നമുക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ കൂടി നമ്മൾ പഠിച്ചു വളർന്നു. അതിൽ കുറേ ക്യാമ്പുകളും അനുഭവങ്ങളും ക്ലാസ്സുകളും ഇതേപോലെ കിട്ടി. അതുപോലെ തന്നെ നമ്മൾ ഹൈസ്കൂളിൽ SPC ഒക്കെ ഉണ്ടായി, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്. അപ്പോൾ ഇതുപോലത്തെ കുട്ടികൾ ഒരു 10-50 കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അവർ മുഖേന ബാക്കി കുട്ടികൾക്കും പ്രചോദനം നമ്മൾ കൊടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ +2, +1 NSS ഉണ്ടായിരുന്നു, സർവീസ് സ്കീം. ഇപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ NSS-ലുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ക്ലാസ് ഗൈഡൻസിൽ ക്യാമ്പിൽ മാക്സിമം കുട്ടികളെ പങ്കെടുപ്പിക്കുക, അതിൽ ചേരുക, ആ കുട്ടികൾക്ക് മറ്റു കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക, അവരെ ഫ്രണ്ട്ഷിപ്പ് ആക്കിയിട്ട് അവരും കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഇതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസങ്ങള് കാലക്രമേണ മാറേണ്ട സംവിധാനമുണ്ട് അല്ലേ? കാലക്രമേണ മാറണം. ഇപ്പൊ നിങ്ങളൊക്കെ ഇനി അധ്യാപകനാവണം എന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ പണ്ടത്തെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ചൈൽഡ് സെന്റേർഡ് അല്ലേ വിദ്യാഭ്യാസം, അധ്യാപക സ്കഫോൾഡർ, കൂട്ടുകാരനായിട്ടും പലതും നമ്മൾ പഠിക്കുന്നുണ്ട്, പലതും കാണുന്നുണ്ട്.
ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനം, ഇപ്പൊ നീ ഒരു വിദ്യാർത്ഥിയാണ്, നിന്റെ കോളേജിൽ അല്ലെങ്കിൽ മറ്റു സ്കൂളുകളിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത് ഒരു AI കാലഘട്ടമാണ്, നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടമാണ്, ജെൻസി വേൾഡാണ് ഇപ്പോൾ രൂപീകൃതമായി കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയ കുട്ടികളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും സോഷ്യലിലേക്ക് കൊണ്ടുവരണം വേണം, എന്നാൽ മീഡിയം വേണം. അതില്ലാതെ നമുക്കിപ്പോ സുലഭിതമായി നടക്കാനും കഴിയില്ല. അതെ, നമ്മളിപ്പോ ഇന്റർവ്യൂ നടക്കുന്നത് പോലും സോഷ്യൽ മീഡിയയിലാണ്. അപ്പൊ സോഷ്യൽ മീഡിയക്ക് ശരിയായ ഉപയോഗങ്ങളുണ്ട്, അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട് മെറിറ്റ്സും ഉണ്ട്. അതിന്റെ മെറിറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ പണ്ട് നമ്മൾ ടീച്ചിങ് മാനുവൽ പെഡഗോഗി കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ചെയ്ത എന്താണ് നമ്മൾ ഫുള്ള് ഇപ്പൊ ETM-ലേക്കാണ് വന്നത്, ഇലക്ട്രോണിക് ടീച്ചിങ് മാനുവലാണ്. അത് പണ്ട് കാലത്ത് ഒരു ചാർട്ട് ഇഷ്ടംപോലെ, ഒരു ചാർട്ടിന് 10 രൂപ എന്ന് വെച്ചിട്ട് ഇഷ്ടംപോലെ ചാർട്ട് ചെയ്തു, അതിലെഴുതി ടൈമും കളയാ ചാർട്ടും കളയാ. ഇപ്പൊ നേരെ മറിച്ച് പ്രൊജക്റ്റിലത് ആ സാധനം തന്നെ കാണിച്ചു കൊടുത്താൽ അത് കഴിഞ്ഞു, കുട്ടികൾക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. പിന്നെ പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് ഫുഡ് ഡൈജസ്റ്റ് ആയി പോകുന്നത് നമ്മൾ എങ്ങനെ കാണിച്ചു കൊടുക്കുക, നമ്മൾ സാധാ പോലെ കാണിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് AI കാലഘട്ടമായതുകൊണ്ട് നമുക്ക് പ്രൊജക്ടർ വഴി അത് കൃത്യമായ രൂപത്തിൽ നമുക്ക് വ്യക്തമായി കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് നമ്മൾ ഇപ്പോൾ 1 കൂട്ടിയാൽ 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമുക്കൊരു 1+1 എന്ന രീതിയിൽ 2 ബോൾ വെച്ചിട്ട് ആ 2 ബോളും ഒരു കുപ്പിയിലേക്ക് ചാടുന്ന രീതിയിൽ ഇപ്പോൾ 2 ആ ഒരു ബോളിൽ 2 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് എഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് AI. എനിക്ക് ഒന്നാമത് അതാ പറയാനുള്ളത്, AI ഉപയോഗിച്ച് AI ഇൻഡിക്കേറ്റഡ് സിലബസ് വരണം, ഇൻഡിക്കേറ്റഡ് സിലബസുകൾ വരും, റോബോട്ടുകൾ അതുപോലെ തന്നെ AI വെച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇതിൽ കൂടി കൂടുതൽ എഫക്റ്റ് ചെയ്യും. ഒരു കാര്യം വായിൽ നിന്ന് എത്രയോ പറഞ്ഞു കൊടുക്കുന്നതിനാട്ടി നല്ലത് അത് ഒരു കാര്യം കണ്ടുപഠിക്കുമ്പോഴാണ്, അതിന്റെ വിഷ്വൽ ലേണിംഗ് ആണ് ഏറ്റവും കൂടുതൽ. അതായത് ഇന്ന് അധ്യാപകര് ഇന്നിപ്പോ വിരൽ തുമ്പിലാണ് വിജ്ഞാനം, വീട്ടിലിരുന്നാലും യൂട്യൂബിലും എല്ലാം അറിവുണ്ട്. പ്രത്യേകിച്ച് അപ്പോൾ സ്കൂളുകളൊക്കെ എന്ത് റോളായിരിക്കണം നടത്തുക? സ്കൂളുകൾ കോളേജുകൾ സത്യം പറഞ്ഞാൽ ഒരു വെറും വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു കാര്യമാണോ, അതല്ല അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന അധ്യാപകരെക്കാൾ ഇന്ന് കുട്ടികൾക്ക് അറിവുണ്ടാവും, അതല്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ വിരൽത്തുമ്പിലുണ്ടാവും, അല്ലെങ്കിൽ AI ഒറ്റയടിക്ക് കുട്ടികൾ ഇപ്പൊ എന്തെങ്കിലും സംശയം ഒറ്റയടിക്കാന്ന് കൊടുക്കും. അതെ, അതിനെ കുറിച്ച് പറയാനുള്ളത് എത്രത്തോളം AI പുരോഗതി ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹ ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇമോഷണലി വളരെ യോജിച്ചു പോകുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെറുപ്പത്തിൽ എന്താ പഠിച്ചെടുത്തത് അതാണ് വലുപ്പത്തിലാക്കുക. എത്ര AI വന്നാലും ഒരാളെ സ്വഭാവം നിർണ്ണയിക്കുന്നത് AI അല്ലല്ലോ, നമ്മളാണല്ലോ. ഇപ്പോൾ ഒരാളിപ്പോൾ റോഡിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയി കിടക്കുന്നു പറഞ്ഞാൽ AI ഓരോടത്ത് കൊണ്ടുപോകില്ലല്ലോ, അവരെ പരിചരിക്കുക എങ്ങനെ, അത് മനുഷ്യന്മാരെന്നെ വേണ്ടേ. പിന്നെ എന്ത് കാര്യത്തിലായാലും ഇപ്പോൾ വിശന്ന ഒരാൾക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കണം, ഫുഡ് ഉണ്ടാക്കണം, ഇതൊക്കെ നമ്മളൊരു മനുഷ്യനെ മാത്രം കഴിയുള്ളൂ. ഇപ്പോൾ ലോജിക്കലി ഇമോഷണലി ഒരാൾ വളരെ ഡൗൺ ആയി കിടക്കുകയാണ്, അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക, മാനസിക സംഘർഷമുള്ളവർക്ക് ഒരു പരിഹാരം കൊടുക്കുക, സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുക, കുട്ടികളൊക്കെ ഫ്രണ്ട്ഷിപ്പ് വലയങ്ങൾ ഉണ്ടാക്കുക, അവരെ സഹായിക്കുക, വർത്തമാനം പറയുക, ഇതിനൊക്കെ ഒരു AIക്കും കഴിയില്ല. അപ്പോൾ ഇതിനെ ഈ എല്ലാ തരത്തിലുള്ളൊരു കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പാക്കാനുള്ള ഒരു അധ്യാപകന് മാത്രമേ സാധിക്കുള്ളൂ. കൃത്യമായ ഗൈഡൻസ് ലഭിച്ച അധ്യാപകന് മാത്രമേ ഒരു കുട്ടിയെ ഇമോഷണലി വളർത്തിക്കൊണ്ട് ഒരു നല്ല ബിഹേവിയർ, നല്ല പെരുമാറ്റവും സോഷ്യലി എല്ലാ നിലയിലും വളരെ നല്ല കുട്ടിയാക്കാൻ ഒരു അധ്യാപകന് മാത്രമേ കഴിയുള്ളൂ. അത് അതിനൊരു AIനെ സാധിക്കില്ല. ഇപ്പോൾ മുൻകാലങ്ങളിൽ മാത്രമേ ഈ കാലഘട്ടം വരെ അധ്യാപകർക്ക് നല്ല സ്ഥാനം ഉണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥികൾ അധ്യാപക സ്ഥാനം നൽകുന്നു, അവരെ കണ്ടാൽ ഒരു തെറ്റും ചെയ്യൂല. അപ്പോൾ ഈ സമയത്ത് ഇന്നിപ്പോൾ അധ്യാപകർക്ക് കൃത്യമായ ഒരു സ്ഥാനം നിങ്ങൾ സ്കൂളുകളും കോളേജിലും കിട്ടുന്നുണ്ടോ, ഒരു ബഹുമാനമുണ്ടോ, എന്താണ് സ്ഥിതി? അത് വ്യത്യസ്ത കോണലുകൾ നമ്മൾ നോക്കി കാണേണ്ടി വരും. കാരണം അധ്യാപകരെങ്ങനെ നമ്മളോട് പെരുമാറുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നൽകുള്ളൂ. അപ്പം നമ്മളൊരു കാര്യം ചെയ്താൽ ആ കാര്യത്തിനുള്ള എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അധ്യാപകനാണ് കുട്ടികളോട് പെരുമാറുന്നത്, അതുപോലെയാണ് കുട്ടികൾ അധ്യാപകനോട് പെരുമാറുന്നത്. എന്നാലും ഏതാനും കുറേ കുട്ടികൾ അധ്യാപകരെ പണ്ടത്തെ പോലുള്ള ഒരു ബഹുമാനം നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നില്ല. അതിന് പ്രധാന കാരണം ഈ പറഞ്ഞ പോലെ ലഹരിയും മറ്റു സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം പോലത്തെ കൂടുതലുള്ള ഉപയോഗം മൂലം കുട്ടികളിൽ നിന്ന് നഷ്ടപ്പെട്ടു, ആ പൈതൃകം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് അതിന് പ്രധാന കാരണം. വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രമല്ല സമൂഹത്തിൽ നിന്ന് പാടെ ഒഴിവാകണം അല്ലേ? ഇത്
ലഹരി. അപ്പൊ അതിന് ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യണം? ഗവൺമെന്റ് മുൻകൈ എടുക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അധ്യാപകർ മുൻകൈ എടുക്കേണ്ടതുണ്ട്, വിദ്യാർത്ഥികൾ മുൻകൈ എടുക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മുൻകൈ. ഓരോ സമൂഹത്തിൽ ഓരോ സാമുദായിക ക്ലബ്ബുകൾ ഉണ്ടല്ലോ. അതെ അതെ അതെ, ക്ലബ്ബുകൾ, നാട്ടിലെ ക്ലബ്ബുകളൊക്കെ അല്ലെ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. ഒക്കെ ഒരു സാംസ്കാരികമായ സാമൂഹികമായ പ്രവർത്തനങ്ങള്, ക്യാമ്പുകള് ഒക്കെ അല്ലെ, സാമൂഹിക ഇടപെടലുകൾ ഒക്കെ നടത്തേണ്ടിയിരിക്കുന്നു. ഇന്നൊക്കെ എല്ലാവരും അവനവന്റെ വീട്ടില് ചുരുണ്ടി കൂടി കിടക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അതല്ലെങ്കിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ചീത്തയായ കൂട്ടുകെട്ട്, അതായത് ഇന്നിപ്പോ സോഷ്യൽ ഒരു നടക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, തന്റെ സ്വഭാവക്കാരുമായി, അതായത് ഇപ്പോൾ ഒരു സിഗരറ്റ് വലിക്കണം തോന്നുകയാണെങ്കിൽ അവര് ഒരു ഗ്രൂപ്പ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു സംസ്കാരം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രാവിലെ എണീക്കുക, ഇപ്പോൾ 4 മണിക്കും 5 മണിക്കൊക്കെ എണീക്കുക, രാത്രി ഒരു 10 മണി മുമ്പോ 9 മണി മുമ്പോ കടന്നുറങ്ങുക എന്ന സിസ്റ്റത്തിൽ നിന്നും ഇന്ന് വൈകി എണീറ്റ് രാത്രി മൊബൈലിനും മറ്റതിനും അഡിക്റ്റ് ആവുന്നുണ്ടോ? അതിനെന്തെല്ലാം മാറ്റങ്ങളാണ് യുവതലമുറ പ്രതീക്ഷിക്കുന്നത്? എന്തെല്ലാം സമൂഹത്തിൽ നിന്നുണ്ടാവണം, എന്തെല്ലാം അധ്യാപകരിൽ നിന്നുണ്ടാവണം, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം? അതെ അതെ, അത് ഒന്നാമത് അതിന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അതിന് സ്വയം തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ വിദ്യാർത്ഥികളും കുറേ ആൾക്കാരും എന്താ വെച്ചാൽ ജിമ്മ് പോലത്തെ ഭയങ്കര നല്ല എഫക്റ്റ് ആണ്. നമ്മളൊരു ജിമ്മിൽ പോകണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ഡയറ്റ് കിട്ടും. പ്രോപ്പർ ഡയറ്റ് കിട്ടിയാൽ പ്രോപ്പർ സ്ലീപ്പ് കിട്ടും. ഈ സ്ലീപ്പും ഡയറ്റാണ് ജിമ്മിൻ്റെ മെയിൻ. പിന്നെ പ്രോട്ടീൻ ഘടകങ്ങൾ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായ ലക്ഷ്യം കിട്ടും. കാരണം എത്ര ടൈം വർക്കൗട്ട് ചെയ്ത് ഒരാൾക്ക് ഒരിക്കലും പിന്നീട് വേറെ ചിന്ത വരില്ല. അപ്പോൾ ഒരു പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, എന്താ ജിമ്മിന് പോകുന്നുണ്ടല്ലോ, എനിക്കെന്താ ബോഡിയിലൊന്നും കാണില്ലല്ലോ. അപ്പം ഇതൊക്കെ കേൾക്കും ചെയ്യും. അപ്പോൾ പ്രോപ്പറായി ജിമ്മ്, വ്യായാമം, ഇപ്പോൾ MEX7 പോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര യോഗ, ഇതൊക്കെ മെഡിറ്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാം ബോഡിയും മറ്റു കാര്യങ്ങളൊക്കെ. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, വേറെ എന്തെല്ലാമാണ് പങ്കുവെക്കാനുള്ളത്? അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുന്നു. അതെ അതെ, വൈൻഡപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ പിന്നീട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്നൊരു മത്സരം ഉണ്ട് എനിക്ക്, ബാഡ്മിൻ്റൻ്റെ നെഹ്റു യുവകേന്ദ്രം നടത്തുന്ന മത്സരം ഉണ്ട്. അപ്പം അതിന് പോകണം. അപ്പം ഇന്നലെ രാത്രി ഉറങ്ങാനും കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും, അതിനൊരു ക്ഷീണമുണ്ട്. അതല്ല, ഇപ്പോ സീസണില് എന്തെല്ലാം പങ്കെടുത്തൂലേ? ഏത് വിഷയം പങ്കെടുത്ത്? പ്രഭാഷണ മത്സരത്തില് അല്ലേ? അപ്പൊ എല്ലാ മേഖലയുണ്ട്, വായനുണ്ട്, എഴുത്തുണ്ട് അല്ലേ, കളിയുണ്ട്. എനിക്ക് ലാസ്റ്റ് വൈൻഡപ്പ് നേരത്തൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു മേഖലയിലും ഒന്നും അറിയാത്ത ഞാനാണ്, പക്ഷെ എല്ലാ മേഖലയിലും നമ്മൾ എത്തിപ്പെടുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഉള്ളതുണ്ടാവും. ഒരു തീ ആയിട്ടല്ലല്ലോ തീ ആദ്യം കത്തുന്നത്, തീ കനലായിട്ടാണ് തീ കത്തുന്നത്. ആദ്യം ചെറിയ തീപ്പൊരികളുണ്ടാവും, പിന്നെ അത് കത്തി 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 വലിയ തീയായി മാറും. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ചെറിയ ചെറിയ തീ കനലുകളാണ്. അവരൊക്കെ ഒന്ന് കത്തിച്ച് വിടാൻ ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ എല്ലാവരും ആളിക്കത്തുന്ന വലിയ തീയും പ്രകാശങ്ങളായിക്കാണ്ട് നമ്മൾ ഈ ലോകം അറിയപ്പെടുന്ന നല്ല കുട്ടികളായി വളരട്ടെ എന്ന് മാത്രം പറഞ്ഞാണ് എനിക്ക് ഉള്ളത്. ഓക്കെ, ഈ ഒരു കവിത ഉണ്ടായിരുന്നു, ഒരു ബുക്കിൽ ഞാൻ വായിച്ചു. ഇത്രയൊക്കെ തീ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും കത്തിപ്പടരാൻ നീ ഇന്നും എന്തിനാ മറ്റാരെയോ കാത്തിരിക്കുന്നത് എന്ന ഒരു കവിത നിങ്ങളുടെ ഇതിൽ ഓർമ്മ വന്ന്. ഓക്കെ, ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.